മുടിയുടെ നര മറയ്ക്കാൻ എന്തിന് നിങ്ങൾ കെമിക്കൽ ഡൈകൾ തേച്ച് മുടി നശിപ്പിക്കണം? ഈ ഒരു രീതിയിൽ ചെയ്താൽ വെറും 5 മിനിറ്റ് കൊണ്ട് നര പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാം. എന്താണെന്ന് പറയാം. വീഡിയോയിലേക്ക് പോകാം. ഇന്ന് പലരും മുടിയിൽ നര വരുമ്പോൾ പല കാര്യങ്ങളും മുടിയിൽ തേക്കാറുണ്ട്. പ്രത്യേകിച്ച് കെമിക്കൽ കാര്യങ്ങൾ. എങ്ങനെയെങ്കിലും നര മറച്ചാൽ മതി എന്നുള്ള ചിന്തയിൽ അങ്ങനെ നിങ്ങളുടെ മുടിയോട് ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. പ്രായഭേദമില്ലാതെ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര മറയ്ക്കാൻ ഈ ഒരു എളുപ്പമാർഗം ഒന്ന് ചെയ്തു നോക്ക്. എത്ര പഴക്കം ചെന്ന നരയും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി മുടിക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് കളർ വീണ്ടെടുക്കാൻ സാധിക്കുന്ന ഒരു എളുപ്പമാർഗം എന്താണെന്ന് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ, ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. എന്തായാലും നമുക്ക് കൂട്ടുകാരെ ആ ഒരു സംഭവം തയ്യാറാക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. മുടിയിലുണ്ടാകുന്ന നരയുണ്ടല്ലോ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി മുടിക്ക് നല്ല ബ്ലാക്ക് കളർ വീണ്ടെടുക്കാൻ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. ഇപ്പം എത്ര സമയമില്ലാത്തവരാണെങ്കിലും 1 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. നിങ്ങളുടെ മുടിയുടെ നരയുണ്ടല്ലോ പൂർണ്ണമായിട്ടും വേരിൽ നിന്ന് ഇല്ലാതാക്കി മുടിക്ക് നല്ല ബ്ലാക്ക് കളർ വീണ്ടെടുക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ മറ്റുള്ള കെമിക്കൽ കാര്യങ്ങൾ തേച്ച് നിങ്ങളുടെ മുടിയെ നശിപ്പിക്കല്ലേ. 1 മിനിറ്റ് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും നര മറയ്ക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. നമുക്ക് ഡൈ പാക്ക് തയ്യാറാക്കിയാലോ? ഇതിനു വേണ്ടി സ്റ്റീലിൻ്റെ പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കണം. സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കിയാലേ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ആ ഒരു പാക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അതിന് തന്നെ നല്ല സ്റ്റീലിൻ്റെ പാത്രം അങ്ങോട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ നെല്ലിക്കാപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 2 ടേബിൾ സ്പൂണോളം നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് ഭൃംഗരാജ്, നമ്മുടെ കയ്യോന്നി ഉണ്ടല്ലോ, അതിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. അത് ഒരു 2 ടേബിൾ സ്പൂണാണ് അതും ചേർക്കേണ്ടത്. ഇതിപ്പം ലോങ് ഹെയറിൻ്റെ അളവിനാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ചെമ്പരത്തി പൂവുണ്ടല്ലോ, ചെമ്പരത്തി പൂ ഒരു 3 മണിക്കൂറോളം ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നിങ്ങളത് കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ ചെമ്പരത്തി പൂവിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അത് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളമാണ് ചെമ്പരത്തി പൊടിയുടെ ആ ഒരു പൗഡർ ചേർത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇനി ഇതിലേക്ക് നമ്മുടെ ഇൻഡിഗോ പൗഡറാണ് ചേർക്കുന്നത്. അത് ചേർത്തേക്കുന്നത് 1 ടേബിൾ സ്പൂണോളമാണ് ഇൻഡിഗോ പൗഡർ ചേർത്തത്. അതിനുശേഷം നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കണം. പൊടികൾ ഒരു രീതിയിലും കട്ട പിടിക്കാനായിട്ട് പാടില്ല. നിങ്ങളിപ്പോൾ ചെമ്പരത്തിപ്പൂ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ലിക്വിഡ് ഉള്ളപ്പം നിങ്ങൾ തേയിലവെള്ളം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള തേയിലവെള്ളം ചേർക്കുമ്പോൾ അത് കുറച്ച് ചേർത്താൽ മതിയാകും. നിങ്ങൾക്കിപ്പോൾ നെല്ലിക്ക പച്ച ഫ്രഷായിട്ട് നെല്ലിക്ക ഉണ്ടെങ്കിൽ അതും ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഒരു ലിക്വിഡും കൂടി മിക്സിയിലിട്ട് അരച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പൊടികളിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പൊടികൾ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷായിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഒന്നും കൂടി നല്ലത്. കാരണം നമ്മളിപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ അതെല്ലാം കിട്ടും. ഇപ്പം ഞാൻ നാട്ടിലല്ലാത്തത് കൊണ്ടാണ് ചെമ്പരത്തിപ്പൂ ഒന്നും എനിക്ക് കിട്ടാത്തത്. പിന്നെ നെല്ലിക്ക ഇവിടെ സീസൺ അനുസരിച്ചാണ് കിട്ടുന്നത്. ഇതധികം അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ട് നിങ്ങൾക്ക് കിട്ടണം. അധികം അങ്ങ് ഈ ഒരു താഴെ വീണാൽ പോവാത്ത ഒരു പരുവം അതിൽ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി എടുത്തിട്ട് ഇത് ഇനി അടച്ച് വെക്കണം. പിറ്റേന്ന് രാവിലെയാണ് നിങ്ങളിത് എടുക്കേണ്ടത്. അതായത് ഒരു 6-7 മണിക്കൂറോളം ഒരു പാക്ക് നിങ്ങൾ അടച്ച് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നിങ്ങൾ മുടിയിൽ തേക്കണം. മുടി തേക്കുന്ന സമയത്ത് ബാക്കി ഞാൻ കാര്യങ്ങൾ പറയാം. അതായത് ഓയിലിൻ്റെ അംശമുണ്ടെങ്കിൽ നമ്മൾ തേക്കുന്ന പാക്ക് ആ ഒരു ഡൈ മറയ്ക്കാൻ സാധിക്കില്ല. ഇപ്പം നിങ്ങളിപ്പം ഡൈ തേച്ചിട്ട് 1-2 ദിവസമായിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു പാക്ക് ഇട്ടാൽ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ മാറ്റം കിട്ടില്ല. ഈ ഒരു പാക്ക് ഞാനങ്ങനെ അടച്ച്, നമ്മൾ തയ്യാറാക്കിയ പാക്ക് ഉണ്ടല്ലോ, അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ട് ഒരു 7 മണിക്കൂറിന് ശേഷം ഞാൻ കാണിക്കാം എന്താണെന്നുള്ളത്. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്താലോ. അങ്ങനെ 7 മണിക്കൂറായിട്ടുണ്ട്. 7 മണിക്കൂറിന് ശേഷം തുറക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇത് നരയുള്ള ഭാഗത്ത് റൂട്ടിൽ പറ്റുന്ന രീതിയിൽ നിങ്ങൾ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇത് തേച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് വെക്കുക. അതിനുശേഷം നോർമൽ വാട്ടറിൽ നിങ്ങൾ കഴുകേണ്ടതാണ്. അതല്ലാതെ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ട. ആഹാര കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇതേപോലുള്ള നോർമൽ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ മുടിയിലെ നര നിങ്ങൾക്ക് മറച്ചെടുക്കാൻ സാധിക്കും. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണേ.
കണ്ടോ, 1 മിനിറ്റ് കൊണ്ട് നരയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയത് കണ്ടോ? നിങ്ങൾ ഇനി കെമിക്കൽ ഡൈകൾ തേച്ച് മുടിയെ നശിപ്പിക്കല്ലേ. വെറും 1 മിനിറ്റ് കൊണ്ട് നര പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് പറയണേ. പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും കൂട്ടുകാരെ പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.